ഇതാണ് മഴയ്ക്ക് ശേഷമുള്ള അബുദാബി കേട്ടോ. നോക്കിയ താഴെ മൊത്തം വെള്ളം. നമ്മുടെ പാർക്കിംഗ് ലോട്ടാണ്. അവിടെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ വണ്ടി മൂടിപ്പോകുന്ന അത്രയും വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. മണ്ടേ നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുമല്ലേ വെള്ളത്തിൽ കിടക്കുന്ന വള്ളങ്ങളാണ്. പക്ഷേ വള്ളങ്ങളെല്ലാം വണ്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ നല്ല സംഭവം. ഇവിടെ കാണാനും കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ മഴവെള്ളം നേരെ പറമ്പിൽ കൂടെ വന്ന് തോട്ടി വീഴുന്നു, തോട്ടിൽ നിന്ന് നേരെ ആറ്റി പോകുന്നു, ആറ്റിൽ നിന്ന് നേരെ പുഴയിൽ പോകുന്നു, പുഴയിൽ നിന്ന് നേരെ കായലിൽ പോകുന്നു, കായലിൽ നിന്ന് നേരെ കടലിൽ പോകുന്നു. ഇവിടെ അങ്ങനത്തെ സംഭവമില്ല. മഴ പെയ്യുന്ന വെള്ളം ഒഴുകാനുള്ള സംവിധാനമില്ല. ഡ്രെയിനേജൊക്കെ ഉണ്ടെങ്കിലേ ഈ മണ്ണ് വീണതെല്ലാം അങ്ങ് അടയുവേ. പിന്നെ വെള്ളം ഇങ്ങനെ കിടക്കും. പിന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വന്ന് അത് മുഴുവൻ പമ്പ് ചെയ്തുകൊണ്ട് പോയി ഏതെങ്കിലും മരുഭൂമിയിൽ ഒഴിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ വിചാരിച്ചു മഴ ആയതുകൊണ്ട് ഇച്ചിരി ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പനിക്കോളും ഒക്കെ ആണെങ്കിലും വയറ്റിലേക്ക് വല്ലതും പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുക്കളയിൽ കയറണം. ഞാൻ ശരിക്കും അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് ദയനീയ ഭാവത്തിൽ ജസ്റ്റി ഒന്ന് നോക്കി. അപ്പോൾ ജസ്റ്റി എന്നോട് പറഞ്ഞ് ചോറൊക്കെ ഇരിപ്പുണ്ടല്ലോ എന്ന്. ഞാൻ നോക്കിയപ്പം ആ ചോറ് വളിച്ചിട്ട് എന്നെ ഇളിച്ച് കാണിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറെ ചോറൊക്കെ ഉണ്ടാക്കിയേ. ഇതെന്നാന്ന് വെച്ചാൽ വെണ്ടയ്ക്കാക്കറിയാണ് ഉണ്ടാവും. വെണ്ടയ്ക്ക മപ്പാസില്ലേ അത്. പിന്നെ ഇത് ക്യാബേജ്, നല്ല ചൂട് ക്യാബേജും വെണ്ടയ്ക്ക കറിയായിരുന്നു ഇന്നത്തെ ചോറിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ജസ്റ്റിയുടെ ഭയങ്കര ഫേവറേറ്റ് സാധനങ്ങളാണ്. ക്യാബേജ് തോരൻ ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഓർത്തെ എൻ്റെ വല്യമ്മച്ചി പണ്ട് എന്നോട് ചെറുപ്പത്തിൽ പറയുന്നു തട്ടിപ്പൊത്തി വെച്ചെന്ന്. അങ്ങനെ ക്യാബേജ് തോരൻ നല്ല തട്ടിപ്പൊത്തി അങ്ങ് വെച്ചേ. അവിടെ ഇരുന്ന് അങ്ങ് വേവ് ക്യാബേജ് അല്ലേ. അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായേ. ഇന്ന് ആകെ 2 കറി ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് എനിക്ക് മേലായിരുന്നു, രണ്ടാമത് എനിക്ക് ഒട്ടും മേലായിരുന്നു. അത് തന്നെ എല്ലാ സാധനവും ചൂടോടെ ഉണ്ടാക്കിയോണ്ടേ ചൂട് കാരണം 2 പേർക്കും കഴിക്കാൻ മേല. ഊതുകയും വീശുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം. അല്ലല്ല കഴിച്ചേച്ചും വരാം.